ഇറാൻ്റെ മേൽ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തെ തുടർന്ന് പുറപ്പെട്ട യുദ്ധത്തിനൊടുവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില വേറിട്ട ശബ്ദങ്ങളും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അരുത് അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം അമേരിക്ക ഒരിക്കലും ഇറാന് മേൽ ആയുധം പ്രയോഗിക്കരുതെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യയിലെ പുടിനും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനിലുണ്ട്, അവരുടെ സുരക്ഷ പ്രധാനമാണെന്ന് ഇസ്രായേലിനെ അറിയിക്കുകയും ആക്രമണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റഷ്യയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഇപ്പോൾ അമേരിക്ക നൽകുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ മാക്രോണിൻ്റെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാകുമെന്നുള്ളതും ഒക്കെ കണ്ടറിയേണ്ടതാണ്. എതിർചേരിയിൽ നിശബ്ദമായി നിൽക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ശബ്ദമുയർത്തിയാൽ അവസാനിക്കാവുന്നതേയുള്ളൂ ഈ യുദ്ധം. പക്ഷേ ലാഭേച്ഛ കണക്കുകളുടെ ഗതിവിഗതികളിൽ പരസ്പരം ഓരോ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയുടെ വലിപ്പത്തിലും പ്രതീക്ഷിക്കുന്ന കാണാക്കണക്കുകളിലും പെട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതൊക്കെ ആഗ്രഹിക്കാനും പറയാനുമേ പറ്റൂ. എത്രയോ വർഷങ്ങളായി ഗസയിലെ മനുഷ്യരെ കൊല്ലുമ്പോൾ അരുതെന്നൊരു ശബ്ദം ഒരുമിച്ചുണരുന്നില്ല എന്നത് കാഴ്ച കാണുമ്പോൾ ഇറാൻ്റെ മേൽ ഒരുപക്ഷെ അത്രമേൽ നിശബ്ദത ഉണ്ടായെന്ന് വരില്ല. കാരണം ഇറാന് കുറച്ച് ഔഷധ മൂല്യങ്ങളുണ്ട്, കുറച്ച് ഇന്ധനമുണ്ട്, കുറച്ച് ഗ്യാസുണ്ട്, മറ്റ് ചില വിഭവങ്ങളുണ്ട്. അതും കൂടി ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കയ്യിലായാൽ തങ്ങൾക്ക് കൂടി സംഭവിക്കാവുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് ധാരണയുമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ശബ്ദമായി അത് മാറില്ല എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം എന്താണ് നടക്കുന്നതെന്നറിയാൻ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു. വളരെ കൗതുകകരമാണ് ട്രംപിൻ്റെ നിലപാട്. ഒരുതരം വിടുവായത്വം പറയുന്നത് പോലെ ഞാൻ ആക്രമിച്ചേക്കാം, ആക്രമിക്കാതിരിക്കാം, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലോകത്തിനൊട്ടും അറിയില്ല. ലോകത്തിന് തന്നെ ഇതുപോലൊരു അമേരിക്കൻ പ്രസിഡൻറ്റിനെ പരിചിതമാവില്ല. അങ്ങനെ ഒരു ചരിത്രവുമില്ല. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യവും അതിൻ്റെ പശ്ചാത്തലവുമൊക്കെ അവകാശപ്പെടുന്ന ലോകത്തിൻ്റെ സൂപ്പർ പവറിൻ്റെ തലപ്പത്താണ് ട്രംപിനെ പോലെ ഒരാളിരിക്കുന്നത്. ഏതായാലും അങ്ങനെ പറയുന്ന ഒരാളിൻ്റെ മുന്നിൽ രണ്ട് രാജ്യങ്ങൾ ശബ്ദിച്ചു. നമ്മുടെ രാജ്യത്തെപ്പോലെ ഗസയിലെ മനുഷ്യരെ കൊല്ലരുതെന്ന പ്രമേയത്തിൻ്റെ സമയത്ത് ചായയും പരിപ്പോടയും കുടിക്കാനായി പുറത്തിറങ്ങിപ്പോയില്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. റഷ്യ കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യമന്ത്രി ഒരിക്കലും അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞു. കാരണം അമേരിക്ക മൈനസ് ഇസ്രയേലാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഒരു പ്രശ്നമേ അല്ല, അവർ നേടും. പക്ഷേ മറുവശത്ത് എപ്പോൾ വീഴുന്ന അവിടെ മുതൽ ഏറ്റെടുക്കാൻ ഒരാളിങ്ങനെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്കയുടെ ആയുധം ഇറാന് മേൽ പ്രയോഗിക്കരുതെന്ന് മാത്രമല്ല, തങ്ങൾ മധ്യസ്ഥയ്ക്ക് തയ്യാറാണ്. പണ്ടൊരു കാലത്ത് USSR ആയിരുന്നപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ അടിക്കാൻ പോലും ധൈര്യപ്പെടില്ലായിരിക്കാം. പക്ഷേ റഷ്യ ആയപ്പോൾ അത്രമേൽ വലിയ വമ്പും ശക്തിയുമൊന്നുമില്ല എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു പഴയ പടക്കുതിരയുടെ ദയനീയ വിലാപമായി മാത്രം ചിലപ്പോൾ പുടിൻ്റെ വാക്കുകൾ അവസാനിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു നിരയുണ്ടാവണം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപോലൊരു നിരയുണ്ടാവണം പ്രതിരോധിക്കാൻ, ഇത് അവസാനിപ്പിക്കാൻ, സമാധാനം കൊണ്ടുവരാൻ. അതിനൊക്കെയുള്ള അവസരവും സാഹചര്യവും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോരുത്തരെയും അടിക്കുമ്പോൾ അത് തങ്ങളെ അല്ലെന്നോർത്ത് നിശബ്ദരാകാനാണ് എല്ലാവരുടെയും പതിവ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരമൊരു സംഗതിയുമായി പുറപ്പെടുമ്പോൾ ഈ പറയുന്ന പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അത് മതിയെന്ന് പറയാൻ ധൈര്യമുള്ളവർ ഇന്ന് ലോകത്ത് വളരെ കുറവാണ്. ഏതായാലും ഇവരെങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആശ്വസിക്കാം. തൽക്കാലം അതുമാത്രം.